ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫാത്തിമ സിമീർ യൂട്യൂബ് ചാനൽ. അപ്പം നമുക്കിന്നൊരു എൻ്റെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടല്ലോ. കുറേ ഡേ ആയി വിചാരിക്കുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്താലോ. ബട്ട് മടിയാണ് ഗൈസ്, സമ്മതിക്കില്ല. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഡേ ഇൻ മൈ ലൈഫിന്. അപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ പിന്നെ നമ്മൾ നേരെ ബ്രഷ് ചെയ്യാൻ പോയിട്ടുണ്ടായി. അങ്ങനെ ബ്രഷ് എല്ലാം ചെയ്തിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് വന്നിട്ടുണ്ടായി. റൂമിലേക്ക് വന്ന് നോക്കാൻ എനിക്ക് ഇഷ്ടമാണ് ഗൈസ്. രാവിലെ എണീച്ചപാടില്ല റൂമിൻ്റെ അവസ്ഥയാട്ടെ ഇത്. അങ്ങനെ കർട്ടനൊക്കെ പൊന്തിക്കാനുണ്ടായി. അങ്ങനെ കർട്ടനൊക്കെ പൊന്തിക്കുന്നുണ്ടായി ഞാൻ. റൂം കുറച്ച് കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കാൻ വിചാരിക്കുന്നു. അതിന് മുമ്പ് നമുക്ക് ചായ കുടിക്കാം ഗൈസ്. കുറേ കാലമായി ഞാൻ വിചാരിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം ടൈം ഇട്ടല്ല. പിന്നെ എന്തായാലും ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പം ചായ കുടിക്കാൻ പോയിട്ട് വരാം. പിന്നെയുള്ള ഏറ്റവും ടാസ്ക്കുള്ള പണിയാണ് ഗൈസ് അൻഫുവിൻ്റെ പല്ല് തേപ്പിക്കൽ. അതൊരു ഒന്നൊന്നര ടാസ്ക്കാണ് ഗൈസ്. കാരണം ഒറ്റയ്ക്ക് പല്ലേക്കാൻ പറഞ്ഞിട്ട് ബ്രഷും പിടിച്ച് നടക്കും. ഓക്കെ, ഇപ്പോൾ വലിയ ബ്രഷ് യൂസ് ആക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചെറിയ ബ്രഷിലാട്ടോ ഒതുക്കൽ. അപ്പം കുറേ പ്രയത്നത്തിന് ശേഷമായിരിക്കും ഒന്ന് പല്ല് തേച്ച് കഴിയൽ. അങ്ങനെ പല്ല് തേച്ച് കഴിയുമ്പോൾ നേരെ ഞാൻ ചായ കൊടുക്കൂട്ടാ. ചായ ഒറ്റയ്ക്ക് കുടിക്കും, ബട്ട് ഞാൻ കൊടുക്കലില്ല. കൊടുത്താലും അവിടെ ഫുൾ ഞാൻ പിന്നെ അത് ക്ലീൻ ആക്കാനേ ടൈം ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ കൊടുക്കലില്ല. ബട്ട് എന്നാലും ഒറ്റയ്ക്ക് തന്നെ കുടിക്കും. ഇന്ന് രാവിലെ ചായക്ക് ഉണ്ടായത് മേരി ഗോൾഡ് ബിസ്ക്കറ്റും കപ്പ് കേക്ക് കേട്ടോ. അവൾക്ക് കപ്പ് കേക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് കപ്പ് കേക്കാണ് രാവിലെ ഞാൻ സ്നാക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായത്. അതൊക്കെ അവൾ ഒറ്റയ്ക്ക് കഴിക്കൂട്ടാ. പിന്നെ ഈ വീഡിയോ എടുക്കുന്നതിന് ഈ അമ്പലപ്പോടെ നോക്കി എന്ത് ഈ ഫോണും പിടിച്ച് നോക്കുന്നെന്നുള്ള ചിന്തയും ഉണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ എൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ അൻഫിന് കുറച്ച് ടൈം പ്ലേ ടൈം ആട്ടോ. പുറത്തുനിന്ന് ഇങ്ങനെ കളിക്കും. എല്ലാവരും അനിയത്തിയൊരു സ്കൂളിൽ പോകുന്ന ടൈമായതുകൊണ്ട് തന്നെ അതിങ്ങനെ നോക്കിയിട്ട് കുറച്ച് ടൈം പ്ലേ ടൈം ആട്ടോ, കളിക്കും. പിന്നെ എപ്പോഴത്തെ പോലെ തന്നെ നമ്മളെ വീട്ടിലെ പണി സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. വേറെ ഒന്നല്ല, അടിച്ചു വാരൽ. വലിയ പണിയൊന്നും നമുക്ക് വീട്ടിൽ ഉണ്ടാവലില്ല പൊതുവേ. ചെറിയ കുഞ്ഞു പണിയായിരിക്കും. അങ്ങനെ അത് അടിച്ചു വാരൽ സ്റ്റാർട്ടാക്കി. പിന്നെ നമുക്ക് നേരെയുള്ള പണിയാണ് അൻഫുന കുളിപ്പിക്കൽ. അൻഫുന കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ബട്ട് നെയ് തേക്കാൻ ഒട്ടും ഇഷ്ടമല്ല. അനക്കാണെങ്കിൽ ഒക്കെ നെയ് തേപ്പിക്കാണ്ട് കുളിക്കാനും പറ്റൂല. നെയ് തേച്ചില്ലെങ്കിൽ ഒരുമാതിരി മുടിയായിരിക്കും. അതുകൊണ്ട് നേരെ നെയ് തേച്ച് കുളിപ്പിക്കാനിരുത്തി ഗൈസ്. കുളിക്കാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടാട്ടോ, വളർത്തി കളിക്കാൻ. കുളിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഡ്രസ്സൊക്കെ മാറട്ടാ. അങ്ങനെ കുളിച്ച് സുന്ദരിയായിട്ടുണ്ട്. ഈ കൺമഷി ഞാൻ ഡെയിലി ഇടാറില്ല, പക്ഷെ ഓക്ക് ഡെയിലി കുളിച്ച് തന്നെ കൺമഷി ഇടണം. ഓക്ക് ഇപ്പം ഡെയിലി റൂട്ടീനായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ കുളിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിട്ടാണ്. ഇന്നുണ്ടായത് പത്തലും മുട്ടക്കറിയാട്ടാ. ഞാൻ കഴിക്കുമ്പോഴാണ് അൻഫും കഴിക്കില്ല. രണ്ടാൾ ഒരുമിച്ചിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ. അല്ലെങ്കിൽ ഓള് കഴിക്കില്ല, സെപ്പറേറ്റ് ഓള് കഴിക്കലില്ല. അതുകൊണ്ട് രണ്ടാൾ ഒരുമിച്ചിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ. ഇന്ന് ഞാൻ ടി വിയും കണ്ടോണം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ടി വിയിൽ മീൻസ് വേറെ ഒന്നല്ല, ഓളെ കാർട്ടൂണാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. കുറച്ച് സമയം കുറച്ചെങ്കിലും ഫുഡ് അകത്ത് ചെല്ലും എന്ന് വിചാരിച്ചിട്ടാട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് അലക്കാനുണ്ടായി. ഞാൻ 3 ദിവസം കൂടുമ്പാട്ട് അലക്കുക. അപ്പം എല്ലാം ഒക്കെയാണ് 3 ദിവസം കൂടുമ്പോൾ അലക്കും. അങ്ങനെ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടിട്ടുണ്ടായിന്. പിന്നെ അവിടുന്ന് കുറച്ച് സമയം കിണറിൻ്റെ കാഴ്ച ഭംഗി ആസ്വദിച്ച് നിൽക്കുന്നുണ്ടായിന് കേട്ടോ. മീനുകൾ അങ്ങനെ ഇങ്ങനെ നീന്തുന്നൊക്കെ നോക്കിയിട്ടുണ്ടായിന്. പിന്നെ നമ്മുടെ നാട്ടിൽ കടപ്പുറത്ത് നിന്ന് കിട്ടുന്ന ഈ സാധനത്തിൻ്റെ പേര് കോരിക്കാന്ന് കേട്ടോ. അപ്പം ഉമ്മ കോരിക്ക ഇറക്കുന്നുണ്ടായിന്. അതിങ്ങനെ നോക്കിയെന്ന് സഹായിക്കൊന്നുമില്ല, വെറുതെ നോക്കി നിൽക്കുക നല്ല സുഖമല്ലേ. അങ്ങനെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബിരിയാണിക്കുള്ള സാധനങ്ങൾ കട്ട് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ കട്ട് ചെയ്യാം. മെയിനായിട്ട് ബിരിയാണി വെക്കുമ്പോൾ ഉള്ളി, തക്കാളി, പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത് 3 എൻ്റെ മെയിനായിട്ടുള്ള പണി ഉണ്ടാവൽ. അപ്പം ആ പണി നമുക്ക് ഭംഗിയായി എടുക്കാം. പിന്നെ ഞാൻ എന്ത് പണിയെടുക്കുമ്പോഴും സഹായത്തിൻ്റെ പേരിൽ തന്നെ അൻഫാൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും കേട്ടോ. ഞാൻ നിൽക്കുന്ന നേരെ ഓപ്പോസിറ്റ് തന്നെ ഓളുണ്ടാവലുണ്ട് പൊതുവെ. അപ്പോൾ ചെമ്മീനൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നത് പറയാൻ മറന്നുപോയി. അപ്പോൾ ചെമ്മീനൊക്കെ ഉപ്പുമുളകാക്കിയിട്ട്
പൊരിക്കാൻ വെച്ചിട്ടുണ്ടായിന്. പിന്നെ നമ്മളത് ആ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ടായിന് ഉള്ളി, തക്കാളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത് മൂന്നും ഞാൻ അരച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിന് ഗൈസ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുക്കളയിൽ പണി കഴിഞ്ഞു ഗൈസ്. പിന്നെ നമുക്ക് ഇടുന്ന അടുക്കളയിൽ നിന്ന് പോവാം. പിന്നെ ആൾ ഇവിടെ സൈഡിലൊരു ഓർലിക്സും തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പാത്രത്തിൽ എന്തെല്ലാം കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ നേരെ റൂം ക്ലീൻ ആക്കാൻ പോയിട്ടാ. റൂമിൽ ക്ലീൻ ആക്കുന്ന ഒരു ടാസ്ക്കുള്ള പണിയാണ്. വേറെ നല്ല അൻഫു എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും, സഹായിക്കാനല്ല മറിച്ച് എന്തെങ്കിലും ഒരു പണി പിന്നെയും പിന്നെ ഒപ്പിച്ച് വെക്കാനായിരിക്കും. അവൾ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും, എവിടെയും പോകില്ല. ഇപ്പം കുറേ ആയി എൻ്റെ അടുത്ത് നിന്ന് മാറാത്തത്, എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും ആൾ ഫുൾ ടൈം. ഞാൻ എന്താക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഓളും ഉണ്ടാവും. അങ്ങനെ അതാ റൂമൊക്കെ ക്ലീൻ ആക്കാൻ ഫൈനലി റൂം ക്ലീൻ ആക്കി. ഇത് എത്ര ടൈം ഉണ്ടാവും എന്നറിയില്ല, കാരണം ഇവൾ 5 മിനിറ്റോടെ നാട്ടിമറിക്കും. പിന്നെ കുറച്ച് മടക്കി വെക്കാനുണ്ടായിനെ. അങ്ങനെ പിന്നെ അതിലേക്ക് കടന്ന് പിന്നെ ടൈം കിട്ടൂല എന്ന് വിചാരിച്ചിട്ട് മടക്കി വെക്കാൻ. അപ്പോൾ പിന്നെ ബെഡ്ഷീറ്റൊക്കെ മുട്ടി പിടിച്ച് അത് കഴിഞ്ഞ് ഇനി നമുക്ക് പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല, ഇനി കുളിക്കാം. പിന്നെ കുളി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മളെ ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ആ ചെമ്മീൻ ബിരിയാണിക്ക് തിന്ന് ഒരു ഒച്ച ഉറക്കം കഴിഞ്ഞു ഞാൻ എൻ്റെ അൻഫുവിൻ്റെ. പിന്നെ ഒരു 5 മണി ആ ടൈം ആകുമ്പോഴേ എണീച്ചത് നമ്മൾ. അപ്പോൾ പിന്നെ ചായ കുടിക്കാൻ കയറി നേരെ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് അൻഫുവിന് ഈവനിങ് ബിസ്ക്കറ്റ് നിർബന്ധം കേട്ടോ. അങ്ങനെ ഒരു ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ പാടം തിന്നില്ല, 2 എണ്ണത്തെ കഴിച്ച് അങ്ങനെ ബിസ്ക്കറ്റൊക്കെ തിന്നിട്ടുണ്ടായിന്. പിന്നെ നേരെ മഗ്രിബായി കുറച്ച് ടൈം പിന്നെ പ്രയർ ആയിരുന്നു. അപ്പോൾ രാത്രി ഡിന്നറിന് ഒരു തട്ടിക്കൂട്ട് മസാല ദോശയായിട്ട് ഉണ്ടാക്കിയത്. മസാല ദോശ അതൊന്നും പറയാൻ പറ്റില്ല, ഒരു തട്ടിക്കൂട്ടൊരു ദോശയും ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടൊരു തട്ടിക്കൂട്ടൊരു മസാല ദോശ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് ഇത്രേ ഉള്ളൂ കേട്ടോ. കുറേ ആയി വിചാരിക്കുന്ന എടുക്കണം എന്ന്, അങ്ങനെ രണ്ടും കൽപ്പിച്ചെടുത്തതാണ്. ഭയങ്കര മടിയാണ് ഗൈസ്. അപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമൊക്കെ നല്ല പനി കണ്ടിട്ട് അതാണ്ട് വോയിസ് ഇങ്ങനെ ഒരു ജലദോഷം പിടിച്ച പോലത്തെ ഒരു ഫീല്. അപ്പം എൻ്റെ കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് ഇത്രേ ഉള്ളൂ. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരുന്നതായിരിക്കും. അപ്പം മസാല ദോശ കഴിച്ചിട്ട് ഞാൻ പിന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല, ഷൂട്ട് ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടുമില്ല, അതാണ് സത്യം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ ബൈ ബൈ.